ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ കണ്ടത് സവർണ ഐക്യമാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവരും പട്ടികജാതിക്കാരും അടങ്ങുന്ന അവർണരെ സമ്മേളനത്തിൽ കണ്ടില്ല. അമൃതാനന്ദമായി ആത്മീയ പ്രഭാഷണം നടത്തുമെന്നാണ് കരുതിയത്. അവിടെ പോകാതിരുന്നത് മഹാഭാഗ്യമാണ്. സർക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്തരമൊരു കോടതി വിധിയുണ്ടായാൽ ആര് ഭരണത്തിലിരുന്നാലും ഇതിനപ്പുറം ഒന്നും ചെയ്യാനാകില്ലെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഹിന്ദുക്കളുടെ കൂട്ടായ്മ പറഞ്ഞായാലും എന്തായാലും വീണ് കിട്ടിയ അവസരങ്ങളെല്ലാം നല്ലപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ മുന്നിൽ കയറാൻ സാധിച്ചത് BJPക്ക് തന്നെയാണ്. ഒരു ഹിന്ദുത്വ അജണ്ട മുമ്പിലിട്ടുകൊണ്ടും BJPക്ക് അനുകൂലമായി ഇത്തരം ഇതിനെ മുമ്പിലിട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നായാടിപൊളി നമ്പൂതിരിയുള്ള ഒരു ഐക്യം ആ വേദിയിലില്ല. സവർണ വിഭാഗങ്ങളുടെ ഒരൈക്യമാണ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പിന്നെ നാമമാത്രമായി ചിലരെ എല്ലാം കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഭൂരിപക്ഷം വരുന്ന മറ്റ് അവർണരെയൊന്നും അവിടെ കണ്ടില്ല. ഈഴവരെ കണ്ടില്ല. പ്രാതിനിധ്യത്തിൽ പട്ടികജാതിക്കാരായ ഭൂരിപക്ഷമുള്ള ആളുകളെ കണ്ടില്ല. അമ്മ ഉണ്ട് എങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു അജണ്ടയാണെന്ന് പത്രത്തെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും പോകാതിരുന്ന മഹാഭാഗ്യമായി പോയി. ഞാൻ പോയി കെണി വീണ് പോയേനെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശ്നം ചെലുത്തി, എൻ്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശ്നം ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞു വിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നും പറഞ്ഞവരും എല്ലാവരും. പക്ഷെ നിർഭാഗ്യവശാൽ അതെയോ ഭാഗ്യവശാലോ എനിക്ക് ഒരു വിധത്തിലും പോകാനൊക്കാത്ത പ്രോഗ്രാം അന്നുണ്ടായിരുന്നു ഭാര്യയ്ക്കും. പക്ഷേ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിശദവിവരം മനസ്സിലാക്കിയപ്പോഴാണ് കടുത്തുളങ്ങർ ദേവി എന്നെ അനുഗ്രഹിക്കുന്നതാണ് തോന്നിയത്. അതുപോലെ ഗുരുദേവൻ അനുഗ്രഹിച്ച്. കാരണം അവരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിൽക്കുന്ന ഒരു നിലപാടിന് എതിരായ ഒരു സാമീപ്യമായിരിക്കും ഞാൻ അവിടെ ചെന്നാൽ ഉണ്ടാകുക. ഇപ്പോൾ വാസ്തവത്തിൽ സർക്കാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ തലയെഴുത്താണ്. അവർക്ക് വേണ്ടത്ര അവരുടെ ശരി പറഞ്ഞേൽപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. ഒരു കോടതി വിധി ഉണ്ടായിപ്പോയില്ല സുഹൃത്തെ. ആ കോടതി വിധി ഉണ്ടായാൽ ഞാനായാലും നിങ്ങളായാലും ഭരണത്തിരുന്നാലും ഇതേ സാധിക്കൂ. അത് വേണ്ടത്ര പ്രചരിപ്പിക്കാനോ ജനങ്ങൾ ബോധ്യപ്പെടുത്താനോ ഗവൺമെൻറ് സാധിക്കാതെ പോയി.